ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്ന് 9th മന്തിലെ നമ്മളെ സ്കാനിങ്ങിന്റെ ഡേ ആണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടി പോവാണ്. നല്ല പേടിയുണ്ട്, ഡോക്ടർ എന്താ പറയാന്നൊക്കെ ഉള്ളതിന്. നമുക്കെന്നാ ഒരുങ്ങല്ലേ. ഇത് ഒരു സിറാണ്, നല്ല അടിപൊളി സിറാണ് കേട്ടോ. അത് ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ ഒപ്പം ഒരു ക്രീമും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ സിറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഞാൻ സൺസ്ക്രീനും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അത് വെച്ചാല് മഴക്കാലാണ്, പക്ഷെ വെയിലെപ്പോഴാ വരികയെന്ന് അറിയില്ലല്ലോ. അപ്പം എപ്പോഴും സൺസ്ക്രീൻ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും സൺസ്ക്രീനും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അത് സൺസ്ക്രീൻ ഇട്ടിട്ട് അതിന് ശേഷമാണ് ഞാൻ ക്രീം തേക്കുന്നത് കേട്ടോ. ഇതും ക്രീമും സിറം ഒരേ ബ്രാൻഡിന്റെ കേട്ടോ. വൈറ്റമിൻ സി പ്ലസ് സിനമേഡോ അതൊക്കെയുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ രണ്ട് പ്രൊഡക്റ്റ് മതി നമുക്ക് എവിടെ പോകാനും ഒരുങ്ങാനും കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഈ ക്രീം ഇട്ടാൽ തന്നെ ഒരു ഫേസിലൊരു ബ്രൈറ്റ്നെസ് വരും. ഇത് നൈറ്റും ഇടാം, നമുക്ക് മോർണിംഗും ഇടാം കേട്ടോ. അപ്പം ഈ പ്രൊഡക്റ്റ് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇതിട്ടാ പിന്നെ എന്താ വേറെ പൗഡറിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മള് എന്താ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന പൗഡറും കാര്യങ്ങളൊക്കെ ഇല്ല, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഒരെണ്ണം മതി. ഇട്ടാ പിന്നെ കഴിഞ്ഞ നമ്മളെ പരിപാടി. പിന്നെ സ്കാനിങ്ങിൻ്റെ എന്ന് വെച്ചാൽ സ്കാനിങ്ങിന് ചെറിയ പേടിയുണ്ട്. 9th മന്തിലെ സ്കാനിങ് ആണ്, ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താ പറയാന്നുള്ള പേടിയാണ്. കാരണം ചെറുതായിട്ട് എനിക്ക് ഷുഗർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഷുഗർ ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു, വെയിറ്റും അത്യാവശ്യം കൂടുതലാണ്. അപ്പം ചെറിയൊരു പേടിയുണ്ട് ഡോക്ടർ എന്താ പറയാന്നുള്ളതൊക്കെ. അപ്പം എന്തായാലും നമ്മൾ നോക്കാം എന്താ ഡോക്ടർ പറയാന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ സെറ്റ് ചെയ്തു. ഇതാണ് നമ്മളെ ക്രീം കേട്ടോ. നല്ല അടിപൊളി ക്രീമാണ്. അപ്പം കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മളെ മുറിയൻ പിരികം ഒന്ന് നീളം വെപ്പിക്കാം ഗൈസ്. എൻ്റെ പിരികം കോമഡിയാണ്. കട്ടിയുണ്ടെന്ന് തോന്നിയെങ്കിലും ഉള്ളിലൊന്നും കട്ടിയില്ല, അങ്ങനത്തെ ഒരു പിരികാണ്. അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഇനി ഒരു ലിപ് ബാം ഇടാം. ഇത് നല്ല അടിപൊളി ലിപ് ബാം ആട്ടോ. ഒരു ചെറിയ കളറൊക്കെ ഇതിന് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പ്രഗ്നൻസി ടൈമിൽ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്നൊക്കെ കേൾക്കുന്നതുകൊണ്ട് പുറത്ത് പോകുമ്പം ലിപ്പ് എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലിപ് ബാം ഇടാം. അങ്ങനെ ലിപ് ബാമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് വേണമെങ്കിൽ കുറച്ച് ബ്ലഷ് ഇടാം നമുക്ക്, ഒരു ഷോപ്പിന് വേണ്ടിയിട്ട്. ഇത് മാസിൻ്റെ ഇതാണ് കേട്ടോ, ബ്ലഷാണ് കേട്ടോ. അടിപൊളി ബ്ലഷാണ്. നല്ല നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇട്ട പോലെ അവിടെ കിടക്കും. നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്ലഷാണ് അത്. നമുക്ക് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഇടാം, മൂക്കിലും കണ്ണിലും കണ്ണിൻ്റെ മണ്ടയ്ക്കും ഒക്കെ ഇടാം. നമ്മൾ കണ്ണ് എഴുതുന്നില്ല കേട്ടോ. എൻ്റെ കണ്ണു ആനക്കണ്ണായതുകൊണ്ട് കണ്ണും കൂടെ എഴുതിയാൽ ഇങ്ങനെ കിറുകിയിരിക്കും. അപ്പം കണ്ണ് എഴുതുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ്. ഇനി മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മളുടെ ഒരു മേക്കപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് മേക്കപ്പ് തന്നെ ആണോന്നൊന്നും അറിയില്ല. ഇതൊക്കെ ഇട്ടാണ് ഞാൻ പുറത്തു പോകല്. ഇങ്ങനെ ഒരു വാച്ചൊക്കെ ഇട്ട് കുറച്ച് പെർഫ്യൂം അടിക്കാം. പെർഫ്യൂം ഒന്നും അടിക്കരുതെന്ന് പറയുന്നത് കേൾക്കാം. നമ്മൾ പുറത്തേക്ക് പോവല്ലേ, ഒരു സ്മെല്ലിന് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ സെറ്റായി റെഡിയായി. ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റൊക്കെ. നമ്മളെ വണ്ടി വന്നു. നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ്റെ വണ്ടി തന്നെ ആയിട്ട് വിളിക്കല്. അതാകുമ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ വിളിപ്പുറത്താണ്. അപ്പം റോഡ് മോശമല്ലാത്തതുകൊണ്ട് ഒരുപാട് കുലുങ്ങാണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മള് ഹോസ്പിറ്റലിൽ എത്തി. വേഗം ഞങ്ങൾ പോയത് ലാബിലോട്ടാണ് കേട്ടോ. ലാബിൽ ബ്ലഡ് കൊടുത്തിട്ട് വേണം വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട്. വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ രാവിലെ നമ്മൾ 6:30 ഉറങ്ങി എണീറ്റ്, ഷുഗർ ടെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത്രയും നേരത്തെ എണീറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ. 6:30 ഉറങ്ങി എണീറ്റ് എന്താ പറയാ, ഒരു ഫ്രഷൊക്കെ ആയി ഒരു 8 മണി 8:15 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചില്ല. കുറച്ച് വെള്ളം മാത്രം കുടിച്ചു. വേറെ ഒന്നും കഴിക്കാനും പറ്റില്ല. ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുക്കണമല്ലോ. അപ്പം ഫുഡൊന്നും കഴിക്കാനും പറ്റത്തില്ല. ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശന്നിട്ട് ഒരു വിധമായിട്ടാട്ടോ അവിടെ എത്തിയത് തന്നെ. എന്നിട്ട് ഈ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്നുള്ളതിലായിരുന്നു. അപ്പം നമ്മളെ ബ്ലഡ് എടുക്കാണ് കേട്ടോ. ഈ ബ്ലഡ് എടുക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കാനുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് എടുക്കാനുണ്ട് അമ്മയ്ക്ക്. രണ്ടുണ്ട്, കഴിക്കുന്നതിന് മുമ്പുള്ളതും ഉണ്ട്, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതും ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ബ്ലഡും എടുക്കാനുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. നമ്മളെ ബ്ലഡ് എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല അടിപൊളി പൊറാട്ടയും നല്ല അയല മുളകിട്ട കറിയും വാങ്ങി. നല്ല കുറേ കാലത്തിന് ശേഷം നല്ലൊരു പൊറാട്ട കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സ്കാനിങ്ങിന് പോവാട്ടോ. പിന്നെ ഇനി ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ബ്ലഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പം നമുക്ക് അപ്പോഴേക്ക് സ്കാനിങ്ങിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. റിസൾട്ടൊക്കെ കിട്ടി. ഡോക്ടറെ കാണിച്ചു കേട്ടോ. ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞു ബേബിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും പറഞ്ഞില്ല. ബേബിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞു. അത് മതിയല്ലോ. ആകെ ടെൻഷന് പിന്നെ അതിനെ കുറിച്ചായിട്ടോ. പിന്നെ നമുക്ക് അതൊക്കെ കഴിഞ്ഞ് അടുത്ത ബ്ലഡ് എടുക്കാനുള്ള ടൈമായിട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് എടുക്കാനുള്ള ടൈമായി. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടോ. ബ്ലഡ് എടുത്ത് രണ്ടാമത്തെ ബ്ലഡ് എടുത്ത് റിസൾട്ടിന് വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ കുറേ ഇരുന്നു. 1 മണിക്കൂർ എങ്ങാനും ഇരുന്ന് മടുത്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടോ. റിസൾട്ട് കിട്ടിയപ്പോൾ ഇതാ കിടക്കുന്നു അടുത്തത്. എന്താന്ന് വെച്ചാൽ ഷുഗർ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ഫാസ്റ്റിങ്ങിലെ ഷുഗർ എനിക്ക് കുറയുന്നേ ഇല്ല. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഈ ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു ചട്ടിച്ചോറ് കഴിക്കാമെന്ന് അങ്ങ് കരുതി. എല്ലാ വിഷമങ്ങളും അതിലൊതുങ്ങട്ടെ എന്ന് കരുതിയിട്ട് നല്ല അടിപൊളി ഒരു ചട്ടിച്ചോറ് പോയി കഴിച്ചു. കുഴപ്പമില്ലാത്ത അത്യാവശ്യം വെജും നോൺ വെജും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ചട്ടിച്ചോറ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഡോക്ടറെ കാണിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് മന്ത് 10-ാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ആവാന്നൊന്നും അറിയത്തില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ ബേബി ഉടനെ വരുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലാണ്ട് ആരോഗ്യത്തോടുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ 9th മന്തിലെ സ്കാനിങ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.